ഇസഡ് ഓട്ടോമാറ്റിക് നമുക്ക് എത്ര കൊടുക്കാം? 15 ലക്ഷം രൂപ കൊടുക്കും. 15 ലക്ഷം രൂപ കൊടുക്കാം. 2018 മോഡൽ. 18 മോഡൽ 14,75,000 രൂപ. 14,75,000 രൂപ. 2015 മോഡലാണത്. 15 മോഡൽ. 2015. അതെ. 8,60,000 രൂപ. 15 വണ്ടിക്ക്. 15 വണ്ടിക്ക്. ഇത് 2014 Z ആണ് വരുന്നത്. ഇസഡിൽ വരുന്ന വണ്ടി. 2012 മോഡലിൽ വരുന്ന വണ്ടി. ഓപ്ഷൻ വി ഓപ്ഷൻ തന്നെ. നമ്മുടെ അടുത്ത് വി വണ്ടികൾ തന്നെ കൂടുതലുണ്ടാവും. 2012 വി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ കൊടുക്കാം. ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു പുലിമടയിലാണ്. കേരളത്തില് ഒട്ടുമിക്ക ഷോപ്പുകളിലേക്കും ഇന്നോവ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന ഷോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആ റേറ്റിൽ നിങ്ങൾക്ക് തരാനും സാധിക്കും. അതർ സ്റ്റേറ്റിൽ നിന്ന് എവിടേക്കാണ് ഇന്നോവകൾ ഒഴുകുന്നതെന്ന് അറിയോ? മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. നമ്മുടെ റോബോട്ടിക് കാഴ്സിൽ ആ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. റോബോട്ടിക് കാഴ്സ്. ഇത് നോക്കൂ ഗൈസ്, ഫോർച്യൂണർ വേണോ, ഇന്നോവ വേണോ, ക്രിസ്റ്റ വേണോ, ഏത് മോഡൽ വേണം, ഏത് കളർ വേണം, എത്ര പ്രൈസ് റേഞ്ച് വേണം, അത് മാത്രം തീരുമാനിച്ചാൽ മതി. അവിടെ ഫുള്ള് ഫോർച്യൂണറിന്റെ കളക്ഷൻസ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കും. കാരണം ഒരു വീഡിയോയിൽ ഇതെല്ലാം പാട് ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ പുലിമടയുടെ അധിപനായിട്ടുള്ള ഷിയാബുക്കാണ് നമ്മളുള്ളത്. ഷിയാബുക്ക, മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ എത്ര ഇന്നോവ അവൈലബിൾ ആണ്? ഇപ്പൊ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇന്നോവ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ സ്റ്റോക്കിൽ തന്നെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 10, 15, 20ഓളം ഇന്നോവ ഉണ്ട്. ഇനി ഒരു 25, 30ഓളം ഇന്നോവ നമുക്ക് ഇങ്ങോട്ട് കേറാൻ നിൽക്കുന്നുണ്ട്. അതിൽ ഇന്നോവ, ഫോർച്യൂണർ, ക്രിസ്റ്റ എല്ലാ വണ്ടികളും, ടയോട്ടന്റെ എല്ലാ ഉണ്ട്. ടയോട്ടന്റെ എല്ലാ വണ്ടിയും. അപ്പൊ നിങ്ങള് പുറത്തുനിന്ന് ഏകദേശം എത്ര ഇന്നോവ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ? ഇങ്ങോട്ട് നാട്ടിൽ കൊണ്ടുവന്ന് നമ്മളിപ്പോ ഒരുപാട് കാലമായിട്ട് ഈ പരിപാടി തന്നെയല്ലേ. ഒരു മാസം എന്തായാലും നമ്മൾ ഒരു 50-60 വണ്ടിയോളം നമ്മൾ 60 വണ്ടികൾ എങ്ങനെ ചുരുങ്ങിയത് മാത്രമേ. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നാല് അവരുടെ ബഡ്ജറ്റിനും അവരെ ഉദ്ദേശിച്ച മോഡലുള്ള ഇന്നോവ അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പൊ എല്ലാ സ്റ്റോക്കും റെഡിയാണ്. എല്ലാ സ്റ്റോക്കും റെഡി. സാധാരണക്കാരനും ഒരു VIP-ക്കും മിഡിൽ ക്ലാസ്സിനുള്ള എല്ലാ ടയോട്ട വണ്ടികളും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ വണ്ടി പർച്ചേസ് ചെയ്തു, അതിനുശേഷം ഇത് ടോട്ടൽ ലോസ് ആയ വണ്ടിയാണ്, ഫ്ലഡ് ആയ വണ്ടിയാണെന്ന് അറിയുകയാണെങ്കിൽ ബൈ ചാൻസ് അപ്പൊ നമ്മള് എന്താണ് ഇപ്പൊ ഇതിനൊരു നല്ലൊരു ചോദ്യമാണ് കേട്ടോ. പല ആൾക്കാരും ചോദിക്കാൻ മടിക്കുന്ന കൂടെ ഒരു ചോദ്യമാണ് നമ്മളെ ചെക്കൻ ചോദിച്ചത്. പിന്നെ നമ്മള് ഏതൊരു വണ്ടി കൊടുക്കണം നമ്മൾ, കാരണം ഒന്ന് നമ്മള് റോബോട്ടിക് ടയോട്ട മാത്രമാണ് ചെയ്യുന്നത്, വേറെ വണ്ടികളൊന്നും ചെയ്യുന്നില്ല. ഉള്ളതെന്നുണ്ടെങ്കിൽ തന്നെ 1-3 പ്രീമിയം വണ്ടികൾ മാത്രം വെച്ച് എക്സ്ചേഞ്ച് വന്നത്. അതിന് പ്രീമിയം വണ്ടി നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡൽഹി ബേസിക് കച്ചവടം ചെയ്യുന്ന ആളുകളോട് ഡയറക്റ്റ് ഡൽഹി പർച്ചേസ് ചെയ്യുന്ന പരിപാടിയും കൂടി ഉള്ളതാണ്. പിന്നെ നമ്മൾ വണ്ടികൾ എടുക്കാറുണ്ട്, വണ്ടികൾ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഫ്ലഡ്, മേജർ ആക്സിഡന്റ്, അതായത് ഫ്ലഡ്, ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റ്, ഗിയർ ബോക്സ്, എഞ്ചിൻ, അത് റോബോട്ടിക്കിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വണ്ടി ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന, നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന വണ്ടി, മേജർ ആക്സിഡന്റ് വണ്ടി നമ്മൾ കൊടുക്കില്ല, 100% നമ്മൾ കൊടുക്കില്ല. ഫ്ലഡ് എഫക്റ്റഡ് വണ്ടി നമ്മൾ കൊടുക്കില്ല. വർക്കുള്ള ഒരു വണ്ടി നമ്മൾ ഇവിടെ വെക്കൂല. എഞ്ചിൻ പണികള് അങ്ങനത്തെ കാര്യങ്ങളുള്ള വണ്ടികളൊന്നും നമ്മൾ കൊടുക്കില്ല. എന്തുണ്ടെങ്കിലും എല്ലാരും പറയുന്നത് പോലെയല്ല. പല ആളുകളും പറഞ്ഞു നമ്മൾ കേൾക്കാറുണ്ട്, ഇവിടെ എടുത്താണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ലേ എന്നുള്ളത്. പക്ഷേ റോബോട്ടിക്കിൽ അങ്ങനെ 100% 10 ദിവസം നമ്മൾ ചെക്കിൻ വാറണ്ടി കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെ വണ്ടി എന്ത് ചെയ്യും? മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, എഞ്ചിൻ, ഗിയർ ബോക്സ്, ഈ 4 കാര്യത്തിനും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. വാറണ്ടി അല്ല, ഗ്യാരണ്ടി കൊടുക്കും. ആ വണ്ടി നമ്മൾ റിട്ടേൺ തിരിച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ജെനുവിൻ ആയിട്ട് കിട്ടിയാൽ 10 ദിവസം ചെക്ക് ചെയ്തിട്ട് എന്ത് ഇഷ്യൂ കൊടുക്കാൻ മടിക്കുന്നൊരു ഒരു സംഭവം. അതെ. അപ്പൊ നമ്മൾ അത് എല്ലാം നമ്മൾ ചെയ്തു. ധൈര്യത്തിൽ എനിക്ക് വണ്ടി എടുക്കാൻ സാധിക്കില്ലേ? 100%. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സിൽവർ കളർ ഇന്നോവ നമുക്ക് പരിചയപ്പെടാല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് 2012 വി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളും ഒന്നുമില്ല, 100% ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി വാഹനം, ഫുൾ ക്വാളിറ്റി വണ്ടി. ഇപ്പൊ നമ്മൾ ബോഡിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഡെന്റോ ക്രാക്കോ ഒന്നുമില്ല. ടയർ ഏകദേശം എത്ര വരുന്നുണ്ട്? 80% ടയറുകൾ എല്ലാ വണ്ടിയും വരുന്നുണ്ട്. വി ഓപ്ഷൻ ആയതുകൊണ്ട് അലോയ് വീൽസ്, ഫോഗ് ലാമ്പ് എല്ലാം വരുന്ന വാഹനമാണ്. നമ്മൾ ഇന്റീരിയർ വശത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ? ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC എല്ലാം വരുന്ന വാഹനമാണ്. AC ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? അടിപൊളി, പക്ക കൂളിംഗ്. നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള വണ്ടി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഓരോ വണ്ടിക്കും അതിന്റേതായ ഒരു ക്വാളിറ്റി. നമ്മൾ എത്രയാണ് അപ്പൊ വണ്ടി? ഈ വണ്ടി നമ്മൾ 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. നമ്പർ ആക്കിയിട്ടാണ് NOC. അതിന് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമ്മളല്ല പുറത്ത് നമുക്ക് ഇതിന് കുറഞ്ഞ വണ്ടി കിട്ടും, പക്ഷെ അത്രത്തോളം ഉള്ള ഇതൊക്കെ 100% ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് വർക്ക്ഷോപ്പ് കയറി ഇറങ്ങേണ്ട ആവശ്യം. അതെ, അതാണ്.
അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സിൽവർ കളർ. അതെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? സെയിം ഡീറ്റെയിൽസ് തന്നെ. 2012 വി വേരിയന്റിൽ വരുന്ന വണ്ടി, വി ഓപ്ഷനിൽ വരുന്ന വണ്ടി. ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ടയർസ്, നല്ല ഡെന്റിങ്ങോ പെയിന്റിങ്ങോ ഒന്നും ഇല്ലാത്ത വാഹനം. സ്റ്റിക്കർ മറ്റേ സ്റ്റിക്കറോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ് ഒക്കെ വരുന്ന വാഹനം. ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു വണ്ടിക്കില്ല. ടയോട്ടി കൊണ്ടുപോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. ആള് വന്ന് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ എത്രയാണ് നമ്മൾ ആസ്കിംഗ് സെയിം പ്രൈസ് 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും 7 ലക്ഷം രൂപക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഗ്രേ കളർ അല്ലേ? ഗ്രേ കളർ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇതും സെയിം ആണ്. 2012 മോഡലിൽ വരുന്ന വണ്ടി ഓപ്ഷൻ വി ഓപ്ഷൻ തന്നെയല്ലോ. നമ്മുടെ അടുത്ത് വി വണ്ടികൾ തന്നെ കൂടുതൽ. കാരണം ഡിമാൻഡ് ഉള്ള ഓപ്ഷൻ ആയതുകൊണ്ട് 7 സീറ്റർ ആണ്. എല്ലാ വണ്ടിയും ഇന്റർകൂളർ വണ്ടികളാണ്. എല്ലാ വണ്ടിയും നല്ല മൈലേജും കാര്യങ്ങളും. ആവറേജ് ടയർ ഉണ്ട്. 70-75% ടയറോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഡെന്റ് ക്രാക്ക് ഒന്നുമില്ല. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ വൈറ്റ് കളർ അടിപൊളി സീറ്റ്, കമ്പനി സ്റ്റീരിയോ, എ സി ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? അടിപൊളി കൂളിംഗ് അല്ലേ? അപ്പൊ ഇതിന് നമ്പർ ആക്കാൻ ഏകദേശം നമുക്ക് എത്ര? നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് നമ്മൾ ഇതിന് നേരത്തെ മുന്നേ കാണിച്ച 2 വണ്ടിയും 7 ലക്ഷം രൂപയാണ്. ഈ വണ്ടിക്ക് 6,75,000 രൂപ. അപ്പൊ പിന്നെ ഒരു വണ്ടി നമ്മൾ നമ്പർ ആക്കണമെങ്കിൽ ഇതിന് ടാക്സ് എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ ഒരു 65,000 രൂപ ടാക്സ് വരും. 65,000 രൂപ ടാക്സ് വരും. 65,000 രൂപ ടാക്സ് വരും. വേറെ ഒന്നും വരില്ല. ബാക്കിയൊക്കെ എല്ലാ പേപ്പേഴ്സും നമ്മൾ ചെയ്തു കൊടുക്കും. പക്കായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. 100%. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വേറെ അടിപൊളി അട്രാക്റ്റീവ് കളറോട് വരുന്ന വണ്ടിയില്ല. ഇത് G4 തോന്നുന്നില്ല? G4 ആണ്. 2015 മോഡലാണത്. 15 മോഡൽ. 2015 മോഡൽ വണ്ടിയാണ്. ഓൾറെഡി നമ്മളിപ്പോ NOC എടുത്തിട്ടുണ്ട്. NOC അവൈലബിൾ ആണ്, കയ്യിലുണ്ട്. നമ്പർ ആക്കിയാൽ മതി. ടയറും കാര്യങ്ങളൊക്കെ ആവറേജ് എല്ലാം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. വേറെ ആക്സിഡന്റ് ഒന്നുമില്ല. 100% വിശ്വസിച്ചിട്ട് നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് എന്താ 10 ദിവസത്തെ ചെക്കിംഗ് വാറണ്ടി അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. 10 ദിവസം 5 ദിവസം ഒക്കെ വാറണ്ടി കൊടുക്കാം. ക്വാളിറ്റി ഉള്ള വണ്ടിക്കല്ലേ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത്രയും ഉറപ്പിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. നല്ല ഒരു അപാകതവും ഇല്ലാത്ത വണ്ടി. എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 8,60,000 രൂപ. 15 വണ്ടിക്ക് 8,60,000. കേരളത്തിൽ എവിടെയും കൊടുക്കാൻ സാധിക്കില്ല. ക്വാളിറ്റി വണ്ടി. ലോണൊക്കെ അവൈലബിൾ അല്ലേ? എല്ലാ വണ്ടിക്കും നമുക്ക് 80-85% ലോണും ചെയ്യാം. നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അടിപൊളിയാക്കി ചെയ്ത് കൊടുക്കും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് അടിപൊളി സിൽവർ കളറോട് കൂടി. ഇത് സിൽവർ ആണോ? കേരള രജിസ്ട്രേഷൻ ആയി നിൽക്കുന്ന വണ്ടി. കേരള ആയ വണ്ടി. 2014 വി വേരിയന്റിൽ വരുന്ന വണ്ടി. ടയർ ഒരു ആവറേജ് ടയറും പിന്നെ സെറ്റിന്റെ മറ്റേ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 2014 വി അല്ലേ? ഓക്കെ. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? 100% ഗ്യാരണ്ടി കൊടുക്കാം. വാറണ്ടി കൊടുക്കും. നമ്മളെ എഞ്ചിനും ഗിയർ ബോക്സിനും ഒക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. മേജർ ആയിട്ട് എന്തുണ്ടെങ്കിൽ നമ്മൾ വണ്ടി തിരിച്ചെടുക്കും. 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്താലും. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? ഈ വണ്ടി നമുക്ക് ഫൈനൽ ആയിട്ട് 9,45,000 രൂപ കൊടുക്കും. 9,45,000 രൂപ വി ഓപ്ഷൻ കൊടുക്കാം. ലോൺ കയറ്റി കൊടുത്തു 100%. ഇതിലേക്ക് ഒരു 10,60,000-70,000 രൂപ ഇൻവെസ്റ്റ് വരുള്ളൂ. 70,000 രൂപ കണ്ട് ഇന്നോവ സ്വന്തമാക്കി കൊണ്ടുപോകാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വളരെ റയർ ആയിട്ടുള്ള കളർ വൈറ്റ് കളർ. സെയിം വണ്ടി 2014 വി വേരിയന്റ് വി ഓപ്ഷൻ. നല്ല ക്വാളിറ്റി വാഹനം. നമുക്ക് ആ വൈറ്റ് വണ്ടി കാണുമ്പോൾ നമുക്കൊരു പഴകിയ ഫീല് അല്ലെങ്കിൽ ഒരു ഡെന്റ് ക്രാക്ക് ഒരു നമുക്ക് തോന്നും. പക്ഷെ ഇത് എനിക്ക് കണ്ട സമയത്ത് നല്ലൊരു ക്വാളിറ്റി വാഹനമായിട്ട് തോന്നി. എന്താണ് അതിന്റെ സത്യം? റോബോട്ടിക് ആണ് അതിന്റെ സത്യം. റോബോട്ടിക്കുള്ള വണ്ടി ഇങ്ങനെ ആയിരിക്കില്ല. നമ്മൾ എടുക്കുന്ന വണ്ടികൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എടുക്കുള്ളൂ. ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുള്ളൂ. കൊടുക്കുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടുപോകാം. അതെ. നിങ്ങൾ വരുമ്പോ തന്നെ നിങ്ങൾ കണ്ടില്ല ഒരു വൈറ്റ് വണ്ടി ഇപ്പോൾ ഡെലിവറി വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതെ. നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം അത്രത്തോളം വിശ്വസിക്കാൻ പറ്റിയ ഷോറൂമാണ്. ആവറേജ് ടയർ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി വാഹനമാണ്. ഇന്ത്യയിലൊക്കെ വരുമ്പോ സീറ്റ് കവർ അധികം വണ്ടിക്ക് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. AC ആയാലൊക്കെ പക്ക കൂളിംഗ്. അടിപൊളി. എത്ര നമ്മള്
ഈ വണ്ടിക്ക് നമ്മൾ സെയിം പ്രൈസ് തന്നെ നമുക്ക് വണ്ടി കൊടുക്കാം 9,60,60,000 രൂപ കൊടുക്കാം. 9,60,000 കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുക്കാം. അതെ അതെ. പിന്നെ ലോൺ ചെയ്തൂടെ? പിന്നെന്താ മാക്സിമം ലോൺ ചെയ്യാം. നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എയർ ബാഗ് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം അല്ലേ? അതെ 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 അതെ. നല്ലൊരു സിൽവർ കളർ വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2015 G4 ആണ് വണ്ടി. G4 ഓക്കെ. ഇത് ഓൾറെഡി നമ്മൾ NOC എടുത്തിട്ടില്ല. NOC എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. ഇനി NOCയിലാണെങ്കിൽ തന്നെ നമുക്ക് ഇത്ര ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫുൾ ക്വാളിറ്റി കണ്ടില്ലേ? തീർച്ചയായിട്ടും നല്ല വീഡിയോയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വന്ന് നോക്കി ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് അപ്പോഴേ വണ്ടി എന്താണെന്നുള്ളത് മനസ്സിലാവും. അതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 2015 മോഡൽ വണ്ടി നമുക്ക് 8,15 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാം. 15 വണ്ടി 8,15 ലക്ഷം രൂപ കൊടുക്കാം. ഭയങ്കര തീർച്ചയായിട്ടും നമുക്ക് 15 വണ്ടി ഒന്ന് 8 ലക്ഷം ക്വാളിറ്റി വണ്ടി കിട്ടാൻ ഭയങ്കര ഇടങ്ങാറാണ്. കാരണം എന്താ വെച്ചാല് നമ്മൾ ഇന്ത്യയുടെ ഭാഗം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിന്റെ സീറ്റ് കവേഴ്സ് ആയാലും AC ഒക്കെ പക്കല്ലേ? കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. അത്രയും ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. നമ്മൾ എത്രയാണ് വണ്ടി ചോദിക്കണേ? അതന്നെ നമുക്ക് 8,25,000 രൂപ ലോൺ കിട്ടും. ഇതില് ഫുൾ ലോൺ കിട്ടും. ഫുള്ള് ലോൺ കിട്ടും. അപ്പൊ ഒരു നല്ല ട്രാക്കുള്ള ഒരു രൂപ പോലും മുടക്കാതെ ഇന്നോവ സ്വന്താക്കാം. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഇന്നോവ. ഇത് എത്ര ഡീറ്റെയിൽസ്? ഇത് 2014 Z ആണ് വരുന്നത്. ഇസഡിൽ വരുന്ന വണ്ടിയാണ് 2014. ഇസഡിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ്? ഓപ്ഷൻസ് കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ വിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്ര വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. പക്ഷെ വണ്ടി ഇസഡ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര കംഫർട്ടാണ്. ഭയങ്കര കംഫർട്ടാണ് വണ്ടി. ഇതിൽ സീറ്റ് കവർ ഒറിജിനൽ വരുന്നതാണ്, കമ്പനി ലെതറിൽ വരുന്നതാണ്. അതാണ് സൈഡ് സ്റ്റിക്കർ കാര്യങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. എന്നാൽ കൂടി ഇസഡ് എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടി ഇപ്പൊ ഒരു ഡെന്റോ ക്രാക്കോ ഒന്നും ഒരു പരിപാടിയില്ല. ഇല്ല. ഇന്ത്യയുടെ ഭാഗത്തോട് വരെയാണ് 7 സീറ്റർ ആണ്. ഓട്ടോമാറ്റിക് AC വരുന്നത്. നല്ല ക്വാളിറ്റി ഇന്റീരിയർ അല്ലേ? ഓക്കെ. നമ്മൾ എത്രയാണ് വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്കൊരു 9 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം രൂപയ്ക്ക് ഇസഡ് വണ്ടി കൊടുക്കാം. ഓക്കെ. അതില് ലോൺ കയറും? ലോൺ കയറും. 85% ലോൺ കയറും. 80% ലോൺ കയറും. ഒരു ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് അല്ല ട്രാക്കുള്ള കസ്റ്റമർ ആയിട്ട് കൊണ്ടുപോകാം. നമ്മളിപ്പോ ക്രിസ്റ്റയില് കാണാത്തൊരു ഗ്രില്ലേ? ലെക്സസ് മോഡൽ ഗ്രില്ല് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2019 V വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. വി ഓപ്ഷൻ 19 അല്ലേ? ഓക്കെ. അത്യാവശ്യം മോഡൽ കൂടിയൊരു വാഹനമാണ്. പിന്നെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഏകദേശം ഇത് ഫസ്റ്റ് ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ യൂസ് ചെയ്ത കിലോമീറ്റർ വണ്ടിക്ക് വരുന്നത് 1,02,000 കിലോമീറ്റർ. 1,02,000 കിലോമീറ്റർ അല്ലേ? പുതിയ ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരില്ല. ടെയിൽ ലാമ്പ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്ത്യയുടെ ഭാഗത്തോട് വരികയാണെങ്കിൽ വലിയൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വാഹനം. നമ്മൾ എത്രയാണ് വണ്ടിക്ക്? ഈ വണ്ടിക്ക് നമുക്ക് 16 ലക്ഷം രൂപ NOC 16 ലക്ഷം രൂപ NOC കൊടുക്കാം. ഓക്കെ. അതില് ലോണും കയറ്റി കൊടുക്കാം. അപ്പൊ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ക്രിസ്റ്റ സ്വന്താക്കല്ലോ. അതേ കളറിൽ വീണ്ടും ഒരു ക്രിസ്റ്റ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2015 Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് പറഞ്ഞാല് അത്യാവശ്യം നല്ല ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പിന്നെ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി. ഇല്ലാത്ത വാഹനമാണ്. ടയർ ഒരു സിംഗിൾ യൂസ് വണ്ടി. സിംഗിൾ ഓണർ. ഓക്കെ. ടയർ ഏകദേശം എത്ര ഉണ്ട്? ടയർ ഫുൾ ബട്ടൺ ടയർ അല്ലേ? ഫുൾ കട്ട ടയർ പുത്തൻ ടയർ വരുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കമ്പനി സീറ്റ് കവർ, കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് ഒക്കെ വരുന്ന വാഹനം. ഇസഡ് ഓട്ടോമാറ്റിക് നമുക്ക് എത്ര കൊടുക്കാം? 15 ലക്ഷം രൂപ കൊടുക്കാം. 15 ലക്ഷം രൂപ കൊടുക്കാം. ഇസഡ് ഓട്ടോമാറ്റിക്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത 100% ഗ്യാരണ്ടി ക്വാളിറ്റി വാഹനം കേട്ടോ. അതൊന്നും കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റ് ആണ്. അത് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിക്ക് ലോണും കയറ്റി കൊടുത്തൂടെ? 100% ലോൺ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഇന്നോവതൊക്കെ അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് കയറ്റിട്ട് സോൾഡ് ആയ വണ്ടികൾ, അതൊക്കെ ഡെലിവറിക്കുള്ള വണ്ടികളാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ക്രിസ്റ്റ പരിചയപ്പെടാം. നല്ല അടിപൊളി അലോയിലുള്ള വണ്ടി. മറ്റേ ഡയമണ്ട് കട്ട് അലോയ്. മോഡൽ എന്ന് പറയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എത്ര മോഡല്? ഒരു 20 മോഡലാണ് തോന്നുന്നുണ്ട്. ഇത് 2018 മോഡലാണ്. ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്താണ്. മൊത്തം 18 മോഡലാണ്. ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്ത വാഹനം. 2022 ലാസ്റ്റ് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. 2020 മോഡല്. 2022 മോഡല് G4 പ്ലസ് ആണത്. G4 പ്ലസ് 2018 G4 പ്ലസ്. ഓക്കെ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്? ഇതിനെല്ലാം വരുന്നുണ്ട്. ബട്ടർ സ്റ്റാർട്ട് എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാം വരുന്ന വാഹനമാണ്.
ഇന്റീരിയർ ഭാഗമൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. കമ്പനി സീറ്റ് ഒക്കെ വരുന്ന വാഹനം, എയർ ബാഗ്, ABS, EBD എല്ലാ സംഭവം വരുന്നുണ്ട്. ബേസിക് മാനുവലാന്നുള്ളൂ. പുതിയൊരു മോഡല് ഇന്നോവ നോക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ എത്ര കൊടുക്കാം? നമുക്ക് ഈ വണ്ടി ഒരു 14,90,000 രൂപ കൊടുക്കാം. 14,90,000 രൂപ കൊടുക്കാം. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത 100% നമ്മൾ ഗ്യാരണ്ടിയിൽ കൊടുക്കും. കഴിഞ്ഞ മാസം സർവീസുള്ള വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ ലോൺ ഒക്കെ കയറ്റി കൊടുത്തൂടെ? മാക്സിമം ലോൺ 95% ലോൺ. 95% ലോൺ. നമ്മുടെ കയ്യിലുള്ള വണ്ടികളൊക്കെ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? നമ്മുടെ കയ്യിലിപ്പുള്ള വണ്ടികളെല്ലാം വെച്ചാൽ ഏത് ടയോട്ടന്റെ വണ്ടി ഇനി 50,000 60,000 കൂടിയെന്ന് പറയാൻ വിശ്വസിക്കണ്ട. ഏതൊരു വണ്ടിയാണെങ്കിലും ടയോട്ടന്റെ വണ്ടികള് 2 ലക്ഷം, 2.25 ലക്ഷം, 1.25, 2 ഉള്ളിൽ എല്ലാ വണ്ടികളും അതിൽ 1.5 ഓടിയുണ്ട്, 1.60 ഓടിയുണ്ട്, 1.70 ഓടിയതുണ്ട്, 2 ഓടിയതുണ്ട്, 100% ഹിസ്റ്ററി ഉണ്ട് എല്ലാത്തിനും. ഇനി ആര് വണ്ടി എടുക്കാൻ വരികയാണെങ്കിൽ ടയോട്ടന്റെ ഹിസ്റ്ററി എന്റെ കയ്യിലുണ്ട്. വണ്ടി എടുക്കുന്നവർ വന്ന് ചോദിക്കാം. ടയോട്ടന്റെ പക്ക നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ ഇന്നോവ അല്ലേ? അതെ, അതുപോലെ 2018 മോഡൽ. 2018 മോഡൽ G4 അല്ലേ? അതെ. ഓക്കെ, വണ്ടി കണ്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അടിപൊളി, ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ടയർ ആവറേജ് ടയർ ഒക്കെ വരുന്ന വാഹനമാണ്. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ സീറ്റ് കവർ വരുന്നുണ്ട്, ലക്ഷറി സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്രയാണ് അപ്പൊ വണ്ടിക്ക് ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് നമുക്ക് ഒരു 15,75,000 രൂപ കൊടുക്കാം. 14,75,000 രൂപ കൊടുക്കാം. 14,75,000 രൂപ കൊടുക്കാം. ലോൺ ആയിട്ട് കൊടുത്തൂടെ? ലോണും കയറ്റി കൊടുക്കാം. മാക്സിമം ലോണും കയറ്റി ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഇന്നോവ സ്വന്തം. അതെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ക്രിസ്റ്റ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിപ്പോ വർക്ക് ഫുള്ള് തീർന്നിട്ടില്ല. വന്ന് കേറിയിട്ടുള്ളൂ. കേറിയ വണ്ടിയാണ്. ചൂടാക്കും പോലെ 2016 മോഡൽ V വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. V ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ തന്നെ. സെറ്റിന് നേരെ താഴെ വരുന്ന ഓപ്ഷനിൽ വരുന്ന വണ്ടി. വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ചെറിയ കുറഞ്ഞ വർക്കുകൾ ബാലൻസ് ഉണ്ട്. ചെറിയ പോളിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. റെഡി ആയി വരുന്നേ ഉള്ളൂ. V ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. അതെ, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെ. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനല്ലേ? അപ്പൊ എത്രയാണ് നമ്മൾ വാഹനത്തിൽ ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് നമ്മൾ 14 ലക്ഷം രൂപ കൊടുക്കാം. 14,50,000. 14,50,000 രൂപ കൊടുക്കാം. നമ്മളുള്ള വണ്ടികളൊക്കെ മാർക്കറ്റ് വിലനേക്കാൾ ചെറിയ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓഫർ നമ്മള് ലാസ്റ്റ് ഇയർ എൻഡിങ് ഓഫർ, ക്രിസ്മസ് ഓഫർ, ഇയർ എൻഡിങ് ഓഫർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി, എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ. താഴെ നമ്മൾ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്.